നമസ്കാരം. സംസ്ഥാനത്തെ എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക നിയമനം പബ്ലിക് സർവീസ് കമ്മീഷന് വിടുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സിൻഡിക്കേറ്റ് ഉപസമിതിയെ നിയോഗിച്ച കേരള സർവകലാശാലയുടെ നീക്കം വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് സർക്കാരിന് പുതിയ രാഷ്ട്രീയ ഭീഷണിയാകുന്നു. സർവകലാശാലയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള പ്രൈവറ്റ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം.ഇ. കുര്യാക്കോസും ജനറൽ സെക്രട്ടറി ഡോക്ടർ എം. ഉസ്മാനും കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് നിവേദനം നൽകി. എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾ PSCക്ക് വിടുന്നതിന്റെ സാധ്യതകൾ പഠിക്കാനാണ് സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതിക്ക് രൂപം നൽകിയത്. എന്നാൽ സംസ്ഥാനത്തൊട്ടാകെ നിലവിലുള്ള നിയമന രീതിയിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്താൻ ഏതെങ്കിലും ഒരു സർവകലാശാലയ്ക്ക് അധികാരമില്ലെന്നാണ് മാനേജ്മെന്റുകളുടെ വാദം. സർക്കാരുമായി ഒപ്പുവെച്ച ഡയറക്റ്റ് പേയ്മെന്റ് എഗ്രിമെന്റ്, വിവിധ സർവകലാശാല നിയമങ്ങൾ, UGC റെഗുലേഷൻസ് എന്നിവയുടെ ലംഘനമാണ് ഈ നീക്കമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. നിയമനാധികാരം PSCക്ക് വിടുന്നത് ന്യൂനപക്ഷ, പിന്നാക്ക, ദളിത് വിഭാഗങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും മാനേജ്മെന്റുകൾ ആരോപിക്കുന്നു. മാനേജ്മെന്റുകളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിരവധി സുപ്രീം കോടതി വിധികളുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന അസോസിയേഷൻ സർവകലാശാലയുടെ നിയമവിരുദ്ധ നീക്കം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷയം സർക്കാരിന് മുന്നിലെത്തുന്നതോടെ രാഷ്ട്രീയമായ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനം അതിന്റെ ഭൂരിഭാഗം എയ്ഡഡ് കോളേജുകളും നിയന്ത്രിക്കുന്നത് പ്രമുഖ സാമുദായിക സംഘടനകളും സഭാ മാനേജ്മെന്റുകളുമാണ്. NSS, SNDP, ക്രൈസ്തവ സഭകൾ, മുസ്ലിം വിദ്യാഭ്യാസ ട്രസ്റ്റുകൾ എന്നിവയ്ക്ക് വലിയ സ്വാധീനമുള്ള ഈ മേഖലയിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നത് UDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കും. വി.ഡി. സതീശൻ സർക്കാരിനെ സംബന്ധിച്ച് സാമുദായിക സംഘടനകളെ പിണക്കുന്നത് വലിയ രാഷ്ട്രീയ ആഘാതമായും മാറും. മറുവശത്ത് എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്ന ആവശ്യം പൊതുസമൂഹത്തിലും ഉദ്യോഗാർത്ഥികൾക്കിടയിലും നാളുകളായി ശക്തമാണ്. ശമ്പളം ഖജനാവിൽ നിന്ന് നൽകുന്നതിനാൽ നിയമനം കൂടുതൽ സുതാര്യവും മെറിറ്റ് അധിഷ്ഠിതവുമാക്കണമെന്ന പൊതുവികാരത്തെ തള്ളിക്കളയാനും സർക്കാരിന് സാധിക്കില്ല. പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെയുള്ള ഈ ആവശ്യം വീണ്ടും ചർച്ചയാകുന്നത് UDF സർക്കാരിന് വലിയ ധാർമ്മിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൃഷ്ടിക്കപ്പെട്ട രാഷ്ട്രീയ കുരുക്കുകൾക്ക് സമാനമായ മറ്റൊരു സങ്കീർണ സാഹചര്യത്തിലേക്കാണ് UDF സർക്കാർ ചെന്നെത്തുന്നത്. ഒരു വശത്ത് സാമുദായിക സംഘടനകളുടെ കടുത്ത പ്രതിരോധവും മറുവശത്ത് പൊതുസമൂഹത്തിന്റെയും യുവജനങ്ങളുടെയും സമ്മർദ്ദവും വരുമ്പോൾ കൃത്യമായ നിലപാടെടുക്കാൻ കഴിയാതെ സർക്കാർ വലയും എന്നത് തീർച്ചയാണ്. എയ്ഡഡ് നിയമന വിഷയത്തിൽ സർവകലാശാല കൈക്കൊള്ളുന്ന നയപരമായ നീക്കങ്ങൾ സർക്കാരിന്റെ നിലപാടിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. വിഷയം കൂടുതൽ സങ്കീർണമായാൽ സാമുദായിക മുന്നണികളിൽ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദം വി.ഡി. സതീശൻ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. സാമുദായിക സമവാക്യങ്ങൾ തെറ്റാതെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന ഭരണ നേതൃത്വത്തിന് വലിയൊരു തലവേദനയായി ഇത് മാറിയിരിക്കുകയാണ്. സർവകലാശാല നീക്കത്തിനെതിരെ അതിശക്തമായ നിയമ പോരാട്ടത്തിനും പ്രതിരോധങ്ങൾക്കും ഒരുങ്ങുകയാണ് മാനേജ്മെന്റ് സംഘടനകൾ. കേവലം നിവേദനത്തിൽ ഒതുക്കാതെ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാൻ അവർ തീരുമാനിച്ചാൽ അത് സർക്കാരിനെതിരെയുള്ള പരസ്യമായ രാഷ്ട്രീയ യുദ്ധമായി മാറും. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്കാണ് രൂപം നൽകാൻ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്.